അഭിഷേകത്തിൻ്റെ പകർച്ച അല്ലെങ്കിൽ ഇമ്പാർട്ടേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ പകർച്ച. കർത്താവ് ഓരോ വ്യക്തിക്കും ഓരോ താലന്തുകളായിട്ട് കൊടുക്കുന്നത്. ആ താലന്തുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 100% ദൈവത്തിന് വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്ന് പറയുന്ന പോലെ ദൈവത്തിനോട് ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന്, ചിലർക്ക് സ്വീകരിക്കാൻ, ചിലർക്ക് നന്മ ചെയ്യാൻ, പണം കൊടുക്കാൻ, ഓരോരുത്തർക്ക്, ചിലർക്ക് വചനം പറയാൻ, വചനത്തിൽ ധ്യാനിക്കാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ്. രോഗശാന്തി വരം, അതൊക്കെ ഓരോരുത്തർക്കും ഇട്ടിരിക്കുന്ന കൃപകളാണിത്. ഈ വരങ്ങളെല്ലാം തന്നാൽ അത് ഉപയോഗിക്കണം. നന്നായിട്ട് ഉപയോഗിച്ചാലേ ദൈവത്തിന്, അതായത് 5 താലന്ത് കൊടുത്തവനും 3 കൊടുത്തവനും 1 താലന്ത് കൊടുത്ത പോലെ ദൈവം ചോദിക്കും, നമ്മളോടെല്ലാം ചോദിക്കും. പക്ഷെ നമുക്ക് തന്ന താലന്തുകൾ ഉപയോഗിച്ചാൽ പിതാവിന് വലിയ സ്നേഹവും സന്തോഷവും. പിന്നെ അങ്ങ് ഒഴുക്കലാണ്. നമ്മൾ അത് സത്യത്തിൽ മനസ്സിലാക്കി അനുഭവിച്ചറിയണം. ഞാനിപ്പോൾ നമ്മൾ ഒരാൾ എൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തിരുന്നാലും എനിക്കുണ്ട അനുഭവം മറ്റേ ആൾക്ക് വരണമെന്നില്ല. കാരണം ദിസ് ഈസ് വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ആ ഒരു ബന്ധം പൂർണ്ണതയാകുമ്പം അതിൽ നിന്ന് പിന്നെ നദി പോലെ ഒഴുകാൻ തുടങ്ങും. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയുടെ കാലത്ത് മോശയെ ദൈവം തിരഞ്ഞെടുത്ത, അത് മോശ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ മോശ ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം തീരുമാനിച്ചെടുത്തതാണ്, അല്ലാതെ ചുമ്മാ അതൊന്നും ഉണ്ടായി കഴിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആ ഒരു ആത്മാവ് മോശയിലുള്ളതിനാൽ ദൈവവുമായിട്ടുള്ള ബന്ധം, കണക്ഷൻ വളരെ കറക്റ്റായി. നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, മോശയുടെ ആത്മാവിനെ വേറെ 70 പേരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മോശയുടെ ആത്മാവിനെ പകർന്നു കൊടുക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വ്യക്തികളിൽ കൂടെ പ്രവർത്തിക്കുന്നതിന് വ്യക്തികളെ ആവശ്യമുണ്ട് ഭൂമിയിൽ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നില്ല എങ്കിൽ ദൈവം ആരെ ഉപയോഗിക്കും? സങ്കടമല്ലേ? നമ്മൾ നിൽക്കണ്ടേ? അതറിയാതെ നമ്മളിന്ന് ശിശുവായിട്ടിരുന്നാൽ ഇപ്പം എൻ്റെ മുമ്പിൽ ഈ വചനം കേൾക്കുന്ന, എന്തിനാ ഞാൻ പറയുന്നത്, എൻ്റെ വചനം തന്നെ ഈ പല പ്രാവശ്യം കേൾക്കുന്ന 4 വയസ്സുള്ള പിള്ളേർ ഉണ്ട്. എന്നും എൻ്റെ വചനം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് നിർബന്ധം എൻ്റെ വചനം കേൾക്കുന്നത്. അവരല്ലത് കേൾക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ആത്മാവ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആ കുട്ടി അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ ഈ വചനം അയച്ച് പ്രാർത്ഥിക്കുമ്പം ചിലരെന്നെ വിളിച്ചു പറയും, ആൻറ്റി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ മോള് പ്രാർത്ഥിക്കുന്നതെന്ന്. കാരണം ദർ ഈസ് ആൻ ഇമ്പാർട്ടേഷൻ ഗോയിങ് ഓൺ. നമ്മൾ ഒരാളോട് വേറൊരു കാര്യം പറയുമ്പോൾ അത് പകരുന്നുണ്ട്. അത് പകരാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഇപ്പോൾ ജപ്പാനിലൊക്കെ ഒരു വലിയ എക്സ്പെരിമെൻ്റ് നടത്തി, വലിയതെന്ന് പറയുന്നത് ചെറിയ എക്സ്പെരിമെൻ്റ് അതായത് അവിടെ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ വിങ് ഒന്ന് വിടർത്തി അടച്ചാൽ അതിൻ്റെ ചലനം ഭൂമി മുഴുവനും പടരുമെന്ന്. കറക്റ്റല്ലേ? നമ്മൾ നോക്കിയോ, വെള്ളം വട്ടത്തിലുള്ളൊരു കുളത്തിനകത്തോട്ട് ഒരു കല്ലെടുത്തിടുക, നടുക്കാ കല്ല് വീഴുന്നെങ്കിൽ ചെറിയൊരോളം ആദ്യമേ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അത് കളം മുഴുവനും വട്ടത്തിലാകും. കാരണം എന്താ? അതിന് അതങ്ങനെ പടരും. അത് പടർന്നേ ഒക്കത്തുള്ളൂ, പടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പാർട്ടേഷൻ ഹാസ് ടു ഹാപ്പൻ വെൻ യു ആർ ഓവർഫ്ലോയിങ്. നിറഞ്ഞു വരുമ്പോൾ. അപ്പം നമുക്കതിന് എക്സാമ്പിൾ എടുക്കുന്നത് 1 രാജാക്കന്മാർ 17 തൊട്ട് 24 വരെയുള്ള വാക്യം. ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത് ഏലിയാ പ്രവാചകൻ്റെ അടുക്കൽ ഏലിയാ പ്രവാചകന് മഴ പെയ്യണല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മഴ പെയ്യാതായി, ദേശത്ത് ക്ഷാമമായി. നോക്കണേ, മഴ എവിടെ ഇല്ലയോ, ജീവവെള്ളം എവിടെ ഇല്ലയോ അവിടെ വരൾച്ച എവിടെ വരുന്നോ അവിടെ മരണമുണ്ട്. അതിനാൽ ദേശത്ത് വരൾച്ചയായപ്പോഴത്തേക്ക് ആഹാബ് രാജാവിന് ദേഷ്യമായി, ഇവരെ ഏലിയാവിനെ കൊല്ലുന്നായി. ആഹാബ് രാജാവ് പേടിച്ച് ഓടിപ്പോയിട്ട് ഒളിച്ചു നീക്കിയാണ്. അങ്ങനെ സറാഫത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ സറാഫത്തിലെ വിധവയുടെ അടുക്കൽ ഭക്ഷണത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഭാഗമാണ് 1 രാജാക്കന്മാർ 17 പറയുന്നത്. എന്നാൽ ദേശത്തെ മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് പറ്റിപ്പോയി. ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോടെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പം ദൈവം തമ്പുരാൻ നേരത്തെ തന്നെ ഒരു വിധവയെ അവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം വഴി ഒരുക്കാതെ ദൈവം നമ്മളെ വിടത്തില്ല. ദൈവശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അപ്പുറത്തുള്ളവർ ചിലപ്പോഴും നമ്മൾ ദൂത് പറയുമ്പോൾ, ഞാനൊക്കെ പിള്ളേരോട് ദൈവം അത് പറഞ്ഞു, എൻ്റെ മോള് പറയും, മമ്മി പറഞ്ഞില്ല, എന്നോട് ദൈവം പറഞ്ഞില്ലല്ലോ എന്ന്. അത് നല്ലൊരു പോയിൻ്റാണ്. ദൈവം ഞാൻ പറഞ്ഞെന്നും കണ്ട് ദൈവം അവരോട് പറയണമെങ്കിൽ ദൈവം പറയും.
പിന്നെ ചിലപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് കൊണ്ട് അവരുടെ ഹൃദയം തുറന്നു കഴിഞ്ഞിട്ടായിരിക്കും. എന്ന് പറഞ്ഞ് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറയാതിരിക്കരുത്. ഈ ഏലിയ പ്രവാചകൻ ഇവിടെ വന്ന് താമസിക്കുന്നു. വിധവയുടെ മകന് പിന്നെ അവർക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടും അവർ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഈ വരൾച്ച സമയത്ത് മുഴുവനും ഏലിയ പ്രവാചകനെ ഭക്ഷണം കൊടുപ്പിച്ചത് ഈ ഒരു സ്ത്രീയെ കൊണ്ടാണ്. ഇന്ന് അവസാനം എന്ത് പറ്റിയിരുന്നു? സ്ത്രീയുടെ മകന് ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെ. അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടത് എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നു നീ എൻ്റെ അടുക്കൽ വന്നത്. എപ്പം കഷ്ടം വരുമ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ പാപം കൊണ്ടാണ്, എൻ്റെ കഷ്ടം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അതിനാണോ നീ ഇങ്ങോട്ട് ഓടി വന്നത്? അപ്പം നല്ലൊരു വർത്തമാനം ഈ ദിവസങ്ങളിലെല്ലാം ഈ സ്ത്രീക്കുള്ള ഭക്ഷണം, കർത്താവ് ഏലിയാവ് വന്നതുകൊണ്ട് ഏലിയാവിൻ്റെ ഭക്ഷണം, ഇതെല്ലാം ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് അതിശയമായിട്ട് കൊടുത്തിട്ടും ഇവർക്ക് അന്യോന്യം സ്നേഹബന്ധമായിട്ടില്ല, അന്യോന്യം മനസ്സിലാക്കിയിട്ടില്ല. അവൾക്ക് പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നു, അയ്യോ നിങ്ങൾ എൻ്റെ പാപത്തെ ഓർപ്പിക്കാനാണോ? അത് തന്നെയാണ് നമ്മൾ ദൈവത്തോടും ചോദിക്കുന്നത്. എന്തേലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തോട്, ദൈവമേ നീ അറിഞ്ഞില്ല, നീ എന്നെ മറന്നുപോയോ? അങ്ങനെയുള്ള ചോദ്യം നമുക്കും വരും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ഏലിയ പ്രവാചകൻ അവിടെ താമസിച്ചതുകൊണ്ടിനാൽ പ്രശ്നം വന്നപ്പോഴും പ്രശ്നത്തിന് ഒരു ഉത്തരം കൊടുക്കുന്നു. അത് നമുക്ക് വായിച്ചു നോക്കാം. അതിനകത്ത് വാക്യം വായിക്കുന്നു, ഏലിയാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവരുടെ മകൻ അസുഖം വന്നു, അവൻ മരിച്ചു പോകുന്നു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിലിന്മേൽ കിടത്തി അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ? എന്തൊരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ഏലിയ പ്രവാചകൻ സംസാരിക്കുന്നതുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം ഇതായിരിക്കണം. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം അത്ര ഉറ്റ ബന്ധമാണ് എങ്കിൽ ഏതൊരു പ്രശ്നത്തിനും കർത്താവിൻ്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം കൊടുത്തത്? ദൈവത്തിൻ്റെ ആത്മ. ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ നിന്ന് മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിന്ന് കിടന്നു. ദൈവത്തോട് യാചിക്കുകയാണ്, എൻ്റെ ദൈവമേ നിൻ്റെ ആത്മ. അപ്പം ആരെ കൂടെയാണ് ഇത് പകരുന്നത്? ഏലിയാവിൽ കൂടെ. ഏലിയ പ്രവാചകൻ അവിടെ ഇല്ലായിരുന്നോ കുട്ടി ജീവിക്കത്തില്ലായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്നത്? ദൈവകൃപയുള്ളവരാണോ? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണോ? ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഒരു ഇമ്പാർട്ടേഷൻ, അവിടെ ഒരു പകർച്ച ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാർ കാല് ചവിട്ടുന്ന ഭവനങ്ങൾ അനുഗ്രഹമാണെന്ന് നമ്മൾ പറയണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണോ എന്ന് അവനവനറിയാൻ ഒക്കും. അതും ദൈവവും നമ്മളുമായിട്ടുള്ള ഒറ്റ ബന്ധത്തിലാണ് നടക്കുന്നത്. എന്ത് സംഭവിച്ചു? യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ അമ്മയെ കൊടുത്ത്, ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവിനോട്, നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. അപ്പം ദൈവവചനം സത്യമാണെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്താണ്? അഭിഷേകം പകരുകയാണ്. അഭിഷേകം പകരുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് ദൈവത്തോട് സംസാരിച്ചത്. ദൈവാത്മാവ് പറഞ്ഞിട്ടായിരിക്കണം ഏലിയ പ്രവാചകൻ 3 പ്രാവശ്യം മകൻ്റെ മേൽ കിടന്നത്. അതോടുകൂടി ജീവനെ തിരിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ജീവനും മരണവും ഒക്കത്തിൻ്റെ അധിപതിയായ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ഈ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ പകർച്ച എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ഇമ്പാർട്ടേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് യു preach and what you are. It is not what you preach alone. അതായത് നമ്മൾ പറയുന്നത് മാത്രമല്ല, ആരാണ് ഈ പറയുന്നത് അത് മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യും. അതായത് ദൈവത്തോട് അടുത്തിരിക്കുന്നവനാണോ പറയുന്നത്, അത് ചുമ്മാ വിളിച്ച് പറയുന്നവനാണോ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇമ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ അറിയാം അത് ആത്മാവിൻ്റെ അധീനതയിലാണോ പറയുന്നത് അതോ ജഡത്തിലാണോ. ആത്മാവിൻ്റെ അധികാരത്തിലാണ് നമ്മളൊരു കാര്യം പറയുന്നത് എങ്കിൽ ദൈവം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇമ്പാർട്ടേഷൻ. നമുക്കൊരു അഭിഷേകം പകർന്നു കൊടുക്കാൻ ഒരു പാത്രം നിറഞ്ഞ് ഓവർഫ്ലോ അതായത് മുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ കൂടി ഒഴുകത്തക്ക വിധത്തിലാകത്തക്ക വണ്ണം ദൈവബന്ധം ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി? നമ്മുടെ റെസ്പോൺസിബിലിറ്റി ദൈവത്തോട് ചേർന്നിരിക്കുക.
നമ്മൾ ഈ അഭിഷേകമുള്ളവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വരും. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ, ഈ ജോഷുവയുടെ കാലത്ത് ജെറീഹോ മതിലിനെതിനായിട്ട് അവർ 6 വട്ടം നടന്നിട്ട് 7-ാം വട്ടം അവർ യുദ്ധം ചെയ്തില്ല, അവർ കാഹളം ഊതിയത്തോടെ മതിലിടിഞ്ഞ് വീണ് അവർക്ക് ജയം കൊടുത്തു. എന്നാൽ ആഖാൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത് സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് സാധനം എടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ആഖാൻ ഒരു വ്യക്തി പാപം ചെയ്തതിനാൽ പിന്നെ ആയി പട്ടണത്തിനെതിരായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ഇസ്രായേൽ ജനത തോൽക്കേണ്ടി വന്നു. അപ്പം നമ്മൾ പറയുന്നത്, അഭിഷേകമുള്ളവരെന്തെങ്കിലും ആത്മാവിൽ പറയുന്നെങ്കിൽ അതിന് വില കൊടുത്താൽ അതിന് പ്രയോജനമുണ്ട്. അതെല്ലാം നമുക്ക് അവർ പറയുന്നത് പിടിക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കണം, നീ തന്നെയാണോ അയച്ചതല്ല, നീ അതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ആരാണ് പറയുന്നത്. അപ്പോൾ ഉറവയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ ജോലി. എന്താണ്? ആരാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് വെച്ചാൽ ആ ദൈവത്തിലേക്ക് നമ്മൾ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. എവിടെയാണ് ഈ സ്രോതസ്, അതാണ് കണ്ടുപിടിക്കണം. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അഭിഷേകത്തിൻ്റെ പുഷ്ടിയുള്ളവരാക്കി മാറ്റുമ്പോൾ നമ്മൾ മൂലം അനേകർക്ക് പ്രയോജനമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അഭിഷേകം കർത്താവെ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് നീ പറയുന്നുണ്ട്. എങ്ങനെയാണ് പകർന്നു കൊടുക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയോടും ഓരോ സമയത്ത് വ്യക്തമായിട്ടും സംസാരിക്കുന്ന ഒരു ദൈവമാണ്. എങ്ങനെ ചെയ്യണം? മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അവരുടെ കൃപയല്ലല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. പിതാവാം ദൈവം തൻ്റെ മക്കളുടെ കൈയുടെ വിരലിൻ്റെ അടയാളങ്ങൾ അവ മാറ്റിവെച്ചിരിക്കുന്നത് പോലെ തന്നെ അഭിഷേകത്തിനും വ്യത്യാസമുണ്ട്, അത് ഇമ്പാർട്ട് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് സംസാരിക്കും. യേശു ക്രിസ്തു റോൾ മോഡലായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ലോകത്തെമ്പാടും പോയിട്ട് സത്യവചനത്തെ പറഞ്ഞു കൊടുക്കുക. ദൈവവചനം ഭൂമി മുഴുവനും പടരേണ്ടിയിരിക്കുന്നു. അനേക തലമുറകൾ കർത്താവേ ഇനി കേൾക്കേണ്ടിയിരിക്കുന്നു. യേശു ആരെന്ന് കേൾക്കാത്ത ചെറുപ്പക്കാർ ഇപ്പോൾ ഇവിടെയുണ്ട് കർത്താവേ. വളരെ ദുഃഖമാണ്. ക്രിസ്തുമസ് എന്താണെന്ന് ഒരു പ്രസൻറ്റ് കൊടുക്കുന്നത് ഒരു സാന്റാക്ലോസിലും അങ്ങ് ഉൾക്കൊള്ളിക്കാതെ കർത്താവിൻ്റെ വിശുദ്ധമായ അനുഗ്രഹങ്ങളെ അനുഭവിച്ചറിയുവാനും എന്തിനാണ് പിതാവ് പുത്രനെ അയച്ചതെന്ന് മനസ്സിലാക്കി അവൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കാൻ ഞങ്ങളെയൊക്കെ മാറ്റിയെടുക്കണേ അപ്പച്ച. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. തലമുറയുടെ ദൈവം എന്നല്ലേ പറയുന്ന കർത്താവേ. ദൈവമേ, തൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ തലമുറകളുടെ മേൽ നിൻ്റെ അനുഗ്രഹം പകരുമെന്ന്, കരുണ കൊടുക്കുമെന്ന് നീ വചനം പറയുന്നുണ്ട് കർത്താവേ. അങ്ങനെ തലമുറകളുടെ മേൽ അനുഗ്രഹവും കരുണയും അയച്ചു അവരെ നേർവഴിക്ക് കൊണ്ടുവന്ന്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കൊണ്ട് നടക്കുന്ന പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ പുറത്തു കൊണ്ട് നടക്കുന്ന പോലെ ഇസ്രായേൽ ജനതയെ നടത്തിയ ദൈവം ഞങ്ങളെ നടത്താൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.